ദിലീപിന്റെ വിഷയം എന്നോട് സംസാരിക്കാൻ പലരും ആവശ്യപ്പെട്ടു. നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, ഒരു നായകൻ അല്ലെങ്കിൽ വില്ലൻ, ഈ ഒരു ഇമേജ് മാത്രമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ. ഇപ്പോഴും ഇത്രയും സിനിമകളിൽ ഇത്രയും മാറ്റം ഉണ്ടായിട്ട് പോലും നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം അങ്ങനെയാണ്. ഇവിടെയാണ് പ്രശ്നം. ദിലീപിന്റെ ഒരു പീക്ക് ടൈമിൽ ദിലീപിനെ പുകച്ചു ചാടിക്കാനായിട്ട് പല വിഭാഗങ്ങളും ആഗ്രഹിച്ചിരുന്നു. എന്ന് വെച്ചിട്ട് അവർ പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്കൊരു ഗുണ്ടാ സംഘം ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു എക്സാമ്പിൾ മാത്രം. തെക്ക് ഭാഗത്തുള്ള ഒരു ഗുണ്ടാ നേതാവും വടക്ക് ഭാഗത്തുള്ള ഒരു ഗുണ്ടാ നേതാവും. പിന്നെ ഈ രണ്ട് ഗുണ്ടാ നേതാക്കളും വലിയ താല്പര്യമൊന്നുമില്ല, അവരെന്തെങ്കിലും ആവട്ടെ, അവരവരുടെ വഴിക്ക് പോവുക എന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഗുണ്ടാ നേതാവ്, വളർന്നു വരുന്ന ഇനിയും വരാൻ പോകുന്ന ഒരു ഗുണ്ടാ നേതാവാണ് ശരിക്കും ദിലീപിനെതിരായിട്ട് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഈ ഒരു കേസിൽ ദിലീപ് നിരപരാധിയാണ്, 100% നിരപരാധിയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു ഗൂഢാചോദന നടന്നില്ലേ, ഇവിടെ ഒരു ബലാത്സംഗം നടന്നില്ലേ. ദിലീപിന്റെ ഒരു കേസിൽ നമ്മുടെ ചിന്താശേഷിയിൽ ചോദ്യം ചെയ്തത് ശരിക്കും മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. ശരിക്കും ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു അല്ലെങ്കിൽ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, ഇത് ഒരിക്കലും ഒരാൾ പറഞ്ഞു ചെയ്യിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പൾസർ സുനി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മുൻകാല ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ന് പറഞ്ഞ ഒരു പീക്ക് ലെവൽ ഗുണ്ടാ നേതാവാണ്. വലിയ വലിയ നടികളെ ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ നഗ്ന വീഡിയോകൾ ശേഖരിക്കുക, എന്നിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. കാരണം തീർച്ചയായിട്ടും പേടി കൊണ്ടും നാണക്കേട് കൊണ്ടും ഇവരാരും പുറത്തു പറയില്ല. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയായിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലൊന്നും ഇത്രയും വലിയ ബൗൺസേഴ്സ് ഒന്നും ഇല്ല. മാത്രമല്ല അത്രയും വലിയ ഈ പറഞ്ഞ ക്യാമറ കണ്ണുകളോ അല്ലെങ്കിൽ അത്രയും വലിയ കൊച്ചു കൊച്ചു ചാനലുകളോ ചെറിയ ചെറിയ വീഡിയോക്കാരോ മൊബൈലുകാരോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. മൊബൈലൊക്കെ ഉള്ള കാലഘട്ടമാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശരിക്കും ദിലീപ് പറഞ്ഞതുപോലെ തന്നെ മഞ്ജു വാര്യറുമായിട്ടുള്ള ഒരു ശത്രുത മുന്നിൽ കണ്ടുകൊണ്ട് മഞ്ജു വാര്യർ ദിലീപിന്റെ പേരിൽ ഇത് ശരിക്കും കെട്ടിച്ചമച്ചാണ്. മഞ്ജു വാര്യർ ബോധപൂർവം ചെയ്തതാണോ അല്ലാത്തതാണോ അല്ലെ മഞ്ജു വാര്യരുടെ ചിന്തയാണോ എന്നറിയില്ല. പിന്നെ കുറെ ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ള കുറെ ഈഗോ ക്ലാഷുകളും ഇതിനകത്ത് നടന്നിരുന്നു. ഈ ഈഗോ ക്ലാഷിന്റെ ഭാഗമായി പൾസർ സുനിക്ക് നോക്കുമ്പോൾ എന്തായാലും പൾസർ സുനി ആവത്തായി. ഇനിയിപ്പം പൾസർ സുനിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ സുനിക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് തോന്നി ദിലീപിനെ ഇതിനകത്ത് കുരുക്കുക. കിട്ടിയ അവസരം മുതലാക്കി കൊണ്ട് ഈ പറഞ്ഞ തെക്കൻ ഗുണ്ടാ നേതാവും വടക്കൻ ഗുണ്ടാ നേതാവും എല്ലാ ഗുണ്ടാ നേതാവും അവർക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ ദിലീപിനെ ഒതുക്കണമെന്നോ ദിലീപിനെ ഇല്ലാതാക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവർക്ക് ദിലീപിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. ദിലീപ് ഈ പറഞ്ഞ ഇവരുടെ എല്ലാം പൊതുശത്രുവാണ്. എന്തെങ്കിലും ആവട്ടെ, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഞങ്ങളായിട്ടൊന്നും ഇടപെടുന്നില്ല. ആ ഒരു ലെവലിൽ ഈ പറഞ്ഞ തെക്കൻ ഗുണ്ടാ നേതാവും വടക്കൻ ഗുണ്ടാ നേതാവും ഇടപെട്ട് മധ്യത്തിലെ ഏറ്റവും വലിയ അപ്കമിങ് ഗുണ്ടാ നേതാവായിട്ടുള്ള ഗുണ്ടാ നേതാവ് പിന്നിൽ നിന്ന് കളിച്ച ഒരു വൻപൻ കളിയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് നമുക്കെല്ലാം നിസ്സംശയം പറയാം. തീർച്ചയായിട്ടും ദിലീപിനെ പോലുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യില്ല. ദിലീപ് എന്ന് പറയുന്ന പീക്ക് ലെവലിൽ കളിക്കാൻ അറിയാവുന്ന നല്ല ഒരു രാഷ്ട്രീയക്കാരന്റെ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കില്ല എന്ന് പൊതുബോധം, സാമാന്യ പൊതുബോധം നാം ചിന്തിക്കുക. ദിലീപ് എന്ന് പറഞ്ഞ ഒരു സാധാരണ പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ദേശീയവും അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിൽ അദ്ദേഹത്തിന് അഹങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ നിരപരാധിയാണ്. 100% നമുക്ക് എടുത്തു പറയാനാണ് എനിക്കിവിടെ പറയാനുള്ളത്.